actually നമ്മൾ എലിഫന്റ് കേവ്സിലാണ് വന്നിരിക്കുന്നത്. So how do you feel something about it? Well, I am very happy to be here. This wonderful and ineffable noon at this place called Elephant Caves. I reached here with my family in today morning. Yeah. And what I felt is there are as many as 5 caves in this Elephant Caves. All are unique and very beautiful in nature. I suggest all the aspirants who are desirable to watch this Elephant Caves, welcome to this place. And it is a very watchable place also. And again, I assure that this is a must-see place, and everybody will get a good feelings as to this place. Okay, that's all. Okay. ഇവിടെ എങ്ങനെയാ ഫീസൊക്കെ കേറാനൊക്കെ? ഇവിടെ നമ്മൾ ഫോറിനേഴ്സിനാണെങ്കിൽ ₹600 കൊടുക്കണം. പിന്നെ ഇന്ത്യൻസിനാണെങ്കിൽ ₹40. 40? ആ 40 per person. Alright. And കുട്ടികൾക്കൊക്കെ അണ്ടർ 15 ഫ്രീയാ. അണ്ടർ 15 ഫ്രീ ആണല്ലേ? ഓക്കെ. സോ ഗോന്ദന് ഇഷ്ടമായി അത് സ്ഥലം? ഭയങ്കര എനിക്ക് വേണം ഈ ഹിസ്റ്ററി ഒക്കെ നല്ല താല്പര്യമുള്ളവർക്ക് ഇത് വേണമെങ്കിൽ വരാം. ഹിസ്റ്ററി പക്ഷെ അത്ര താല്പര്യമില്ലെങ്കിൽ എന്നാലും കാണാൻ എന്തെങ്കിലും കാറ്റൊക്കെ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ചില്ല് ചെയ്യാനുള്ള പ്ലേസ് ആണ്. പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി നല്ല ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്നേ ഉള്ളൂ. ഹിസ്റ്ററി കാണണമെങ്കിൽ ഇന്ത്യയുടെ വൺ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എലിഫന്റ് കേവ്സ്? ഇതൊരു ആക്ച്വലി ഇതുവരെ ഞാൻ കാണാത്തൊരു ടൈപ്പ് കേവ് ആണ്. ലൈക്ക് ഇവര് ശരിക്കും മല തുറന്ന് അതിൻ്റെ ഉള്ളിലാണ് ഈ കേവ്. അതായത് 5 കേവ് ഉണ്ട് ഇവിടെ. ഓരോന്നും വേറെ വേറെ ലുക്കാണ്. ലാസ്റ്റ് കേവ് ഏകദേശം മറ്റേ ഗുണ കേവിലോട്ട് പോകുന്ന പോലെ എനിക്കൊരു ഫീല് തോന്നി. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഇവിടെ മെയിനായിട്ട് ശിവൻ്റെ പ്രതിഷ്ഠയാണ് എല്ലായിടത്തും. പിന്നെ ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. ലൈക്ക് ബ്രിട്ടീഷ് ടൈമിൽ ഈ കേവ് പൊളിക്കാനായിട്ടൊരു ട്രൈ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണെന്നുകൊണ്ട് കുറേ ഇതൊക്കെ പല വിഗ്രഹത്തിൻ്റെയും കൈയില്ല കാലില്ല അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതെന്താ നമുക്ക് കുറേ സ്റ്റെപ്സൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ആകെ ടയേർഡായി. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ നല്ല വിശപ്പുണ്ട്. സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്ക് ഇനി ഒരിക്കലും ആരും വരരുത്. കാരണം ഞങ്ങളിപ്പോൾ നട്ടുച്ചയ്ക്ക് വന്ന് ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. ഒരു ഈവനിങ് ടൈമിൽ വരണം. പിന്നെ അത്യാവശ്യം നടക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ വന്നാൽ കുഴപ്പമുണ്ടാവില്ല. അവർക്ക് അത്ര ഹെക്റ്റിക്കായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ ടയേർഡാവും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അടിയിൽ വരുന്ന എലിഫന്റ കേവ്സ് എലിഫന്റ ഐലൻഡിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും ബോട്ട് വഴിയാണ് നമുക്ക് ഈ ഐലൻഡിലേക്ക് എത്താൻ പറ്റുക. ഇവിടെ ഓരോ കേവിലും ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ ശിവനെയാണ് പ്രധാനമായും ആരാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വൈകുന്നേരം സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.